ഉപ്പയും ഉമ്മയും മരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ട്, നമ്മുടെ മക്കൾ മരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ മരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ ഖബറിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അവിടുത്തെ രക്ഷാശിക്ഷകളെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? കാഹളത്തിലൂതാൻ നിയോഗിക്കപ്പെട്ട മലക്ക് കാഹളത്തിലൂതുമ്പോൾ തുറക്കപ്പെടുന്ന വിശാലമായ പരലോകം, അവിടെ ഒറ്റക്കൊറ്റക്ക് ചെന്ന് നിൽക്കുന്ന ആ ഘട്ടം, റബ്ബിന്റെ ഹിസാബ് വിചാരണക്ക് വിധേയമാക്കപ്പെടുന്ന നിമിഷം, സ്വർഗ നരകങ്ങൾക്കിടയിൽ വെച്ച് നമ്മുടെ പ്രവൃത്തികളെ അല്ലാഹു തൂക്കിക്കണക്കാക്കുന്ന സമയം, നരകത്തിന് കുറുകെ സ്ഥാപിച്ച സിറാത്തിലൂടെ നമ്മൾ നടന്ന് നീങ്ങുന്ന സമയം, ഇതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അവിടെ പെർഫെക്റ്റ് ആകണം, അവിടെ സേഫായിരിക്കണം, അവിടെ സ്വസ്ഥമായിരിക്കണം, അവിടെ സമാധാനമായിരിക്കണം, അവിടെ എനിക്ക് വിജയിക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? ആലോചിച്ചിട്ടുണ്ടോ? അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നുണ്ടോ? മറ്റുള്ളവർ ഉടുക്കുന്നത് ഉടുക്കാൻ, മറ്റുള്ളവർ കഴിക്കുന്നത് കഴിക്കാൻ, മറ്റുള്ളവർ പോകുന്ന വൈബിന്റെ കേന്ദ്രങ്ങളിലേക്ക് പോയിട്ട് വൈബ് കൊള്ളാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുമ്പോൾ, ഞാൻ മരിച്ചാൽ ഏകനായി പടച്ച റബ്ബിന് മുമ്പിൽ ഹാജരാക്കപ്പെട്ടാൽ, എൻ്റെ ഭാര്യയില്ലാതെ, എൻ്റെ മക്കളില്ലാതെ, എൻ്റെ കുടുംബമില്ലാതെ, എൻ്റെ നാട്ടുകാരില്ലാതെ, എൻ്റെ ചങ്ക് ബ്രോസില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് ചെല്ലുന്ന അവിടെ ജയിക്കാൻ ഞാൻ എന്തുണ്ടാക്കിയെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ആ ആലോചനയാണ് സുഹൃത്തുക്കളെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനമായി നിർവഹിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ എല്ലായിടത്തും നമ്മളത് ഓർമ്മപ്പെടുത്തണം. പലിശയെക്കുറിച്ച് ഖുർആൻ ഒരു പേജ് ഫുള്ള് പറഞ്ഞ്, പലിശ ഇടപാട് നിങ്ങൾക്ക് ബർക്കത്ത് നശിപ്പിക്കും, തകർച്ച ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ്, പലിശയുമായി ബന്ധപ്പെടുന്നവരുമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ച് എല്ലാം പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയാണ്, വത്തഖൂ യൗമാ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിച്ചു. നിങ്ങൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇവിടുത്തെ ഞാനൊക്കെ, ഇവിടുത്തെ സുഖവും ഇവിടുത്തെ രസവും ഇവിടുത്തെ സന്തോഷവും ഇവിടുത്തെ കാഴ്ചയും ഇവിടെ കിട്ടാനുള്ളതൊക്കെ മാക്സിമം കിട്ടണം. ഇവിടുത്തെ മീഡിയയും ഇവിടുത്തെ ചാനലുകാരും ഇവിടുത്തെ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ പറയാനുള്ളതാ അല്ലേ, മാക്സിമം ഇവിടെ കിട്ടണം അല്ലേ. മരിക്കുന്നതിന് മുമ്പ് ഇവിടെയൊക്കെ വന്നില്ലെങ്കിൽ, ഇതൊക്കെ ഒന്ന് കണ്ടില്ലെങ്കിൽ, ഇതൊക്കെ ഒന്ന് കഴിച്ചില്ലെങ്കിൽ, ഇതൊക്കെ ഒന്ന് ധരിച്ചില്ലെങ്കിൽ, ഇതൊക്കെ ഒന്ന് അനുഭവിച്ചില്ലെങ്കിൽ ജീവിതം വേസ്റ്റാടോ എന്നാണ് യൂട്യൂബർമാർ നമ്മളോട് പറയുന്നത്. പക്ഷെ അല്ലാഹു പറയുന്ന ഒരു ദിവസം വരാണ്ട്, ഓരോരുത്തരും സമ്പാദിച്ചതിനുള്ള സമ്പൂർണ്ണ പ്രതിഫലം നൽകപ്പെടുന്നത് അവിടെയാണ്. നമ്മളൊക്കെ എന്താണോ ചെയ്തത്, നമ്മൾ എന്താണോ കണ്ടത്, എന്താണോ കേട്ടത്, എന്തിനാണോ ആയുസ് ചിലവാക്കിയത്, അതിന്റെ റിസൾട്ട് കാണുന്ന ഒരു പരലോകം. ഇഖ്റ കിതാബക കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബാ. നിന്റെ കിതാബ് നീ വായിച്ചു നോക്കൂ, നിന്നെ വിചാരണ ചെയ്യാൻ ഈ കിതാബ് മാത്രം മതി. കിതാബ് നൽകപ്പെടുക കയ്യില്, അള്ളാഹിന്റെ മുമ്പിൽ നിൽക്കുക. എന്താ ചെയ്യാൻ? ഒന്നും ചെയ്യാൻ കഴിയില്ല. സ്കൂളിലെ ജനൽ പൊട്ടിച്ച് കുറച്ച് കുട്ടികൾ ഹെഡ്മാസ്റ്റർ വിളിപ്പിച്ച്, കുട്ടികൾ എന്താ പറയാ, അത് ബന സാറേ അല്ലേ, അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ തട്ടും. എന്നാൽ നമ്മൾ ഒറ്റയ്ക്ക വരുന്നത്, നമ്മളെ കൈ പിടിക്കാൻ നമ്മളെ ചങ്ങന്മാരില്ല, നമ്മളൊന്ന് ആശ്വസിപ്പിക്കാൻ നമ്മളെ കുടുംബക്കാരില്ല. ഇവിടെ നമ്മൾ മരിച്ചാൽ ആകെ കൂടെ പൊളിഞ്ഞാടും നമ്മൾ വിചാരിച്ച് അല്ലേ, നമ്മൾ മരിച്ചാൽ ആകെ കൂടെ പൊളിഞ്ഞാടും. പക്ഷെ നമ്മൾ മരിക്കുന്നതോടുകൂടെ നമ്മളെ വീട്ടിൽ നിന്ന് നടക്കുന്ന ആൾക്കാർ വരും, നമ്മളെ ഉമ്മാനി ഇപ്പാനി നമ്മളെ ഭാര്യനെ നമ്മളെ മക്കളെയൊക്കെ സമാധാനിപ്പിക്കും. അതുപോലെയാണ് സമാധാനിക്കൂ. ഈ പെരുന്നാൾക്ക് നമ്മളില്ലെങ്കിലും നമ്മളെ മക്കൾ പുതിയ ഡ്രസ്സ് ധരിക്കും, ഒരു ബിരിയാണി കഴിക്കും, ഒരു പായസം കുടിക്കും. എന്തേ? ഏറ്റെടുക്കാൻ ആൾക്കാർ വരും. പരലോകത്തെ ഏറ്റെടുക്കാൻ ആരും വരൂല. അല്ലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റാ. ഒരു ഭാരം ചുമക്കുന്നവനും മറ്റൊരാളുടെ ഭാരം ചുമക്കാത്ത ദിവസം ഒരാളും ഒരാൾക്ക് വേണ്ടി വാദിക്കൂല, ഒരാളും ഒരാളെ കൈപിടിക്കൂല. ഈവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഫാത്തിമയോട് പറയണ, പൊന്നുമോളെ ഫാത്തിമ, അൻഖിദീ നഫ്സകി
മിനന്നാർ, കത്തിജ്വലിക്കുന്ന നരകത്തുനിന്ന് നിന്റെ ബോഡിയെ, നിന്റെ ശരീരത്തെ നീ തന്നെ രക്ഷപ്പെടുത്തിക്കോ. നമ്മൾ ചിന്തിച്ചോ സുഹൃത്തുക്കളെ? ആലോചിച്ചോ? ഈ രാവും പകലും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം, നമ്മൾ കാണുന്നത്, നമ്മൾ കേൾക്കുന്നത്, നമ്മൾ പറയുന്നത്, നമ്മൾ സമ്പാദിക്കുന്നത്, നമ്മൾ അനുഭവിക്കുന്നത് ഇത് വെച്ചിട്ടാണ്. നീ എന്ത് കണ്ടു? നീ എന്ത് കേട്ടു? നീ എന്തെടുക്കുന്നു? അള്ളാന്റെ ചോദ്യമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. وَلَنَسْأَلَنَّ الَّذِينَ أُرْسِلَ إِلَيْهِمْ وَلَنَسْأَلَنَّ الْمُرْسَلِينَ. എല്ലാ നബിമാരും ചോദ്യം ചെയ്യപ്പെടും. എന്താ? നിങ്ങൾ ഉത്തരവാദിത്വം നിർവഹിച്ചോ? നമ്മൾ ചോദ്യം ചെയ്യപ്പെടും. എന്താ? നബിമാർ പഠിപ്പിച്ചെന്നത് നമ്മൾ പ്രാവർത്തികമാക്കിയോ? നമ്മൾ എങ്ങനെ റിപ്ലൈ കൊടുത്തു? അങ്ങനെ നമ്മളോട് ചോദ്യം ഉണ്ടാവും. എല്ലാവരും ഓടും, ഒരാളും ഇന്ന് രക്ഷപ്പെടൂല. എല്ലാവരും പരലോകത്ത് ഒറ്റക്കൊറ്റക്ക് വരും. ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും. നിങ്ങളുടെ എല്ലാവരുടെയും മടക്കം എന്നിലേക്കാണ്. ബില്യൺ കണക്കിന് മനുഷ്യന്മാർ മരിച്ചുപോയി. 800 കോടിയിലധികം മനുഷ്യന്മാർ ജീവിച്ചുകൊടുക്കുന്നുണ്ട്. ഇനി എത്ര ആൾക്കാർ ഇവിടെ ജനിക്കാണ്ട് മരിക്കാണ്ട് എന്നൊക്കെ അള്ളാഹ്ക്കേ അറിയുള്ളൂ. പക്ഷെ എത്ര ആളുണ്ടെങ്കിലും ശരി, എല്ലാവരും അള്ളാഹിന്റെ അടുത്തേക്ക് വരും. ഫവറബ്ബിക ലനസ്അലന്നഹും അജ്മഈൻ അമ്മാ കാനൂ യഅമലൂൻ. നിങ്ങളെല്ലാവരും ചോദ്യം ചെയ്യപ്പെടും. എന്താ ചോദ്യം ചെയ്യപ്പെടുക? നിങ്ങൾ എന്താണ് ചെയ്തു കൂട്ടിയതെന്ന് ചോദ്യം ചെയ്യപ്പെടുന്നു. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. ചോദ്യത്തിന് വിധേയമാക്കപ്പെടാതെ കാല് മുന്നോട്ട് ചലിപ്പിക്കാൻ കഴിയില്ല. ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ അർബഈൻ. പരലോകത്ത് ആദമിന്റെ മക്കളുടെ കാല് മുന്നോട്ട് വെക്കാൻ കഴിയില്ല 4 കാര്യം ചോദിക്കാതെ. അൻ ഉംരിഹി ഫീമാ അഫ്നാ. നിന്റെ ആയുസ് നീ എന്തിനു വേണ്ടി ചെലവാക്കി? നമ്മളോട് അങ്ങനെ ചോദ്യം പഠിച്ചോ ചോദിച്ചാൽ നമുക്ക് എന്താ പറയാനുള്ളത്? നമ്മൾ ബോധം വെച്ച അന്ന് മുതൽ ഇന്ന് വരെ, ഇവിടുന്ന് അങ്ങോട്ട് എത്ര നമുക്കാർക്കും അറിയില്ലല്ലോ, അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ എന്തെടുക്കായിരുന്നു ചോദിച്ചാൽ എന്താ നമ്മൾ പറയാം? നമ്മുടെ രാവിലെ കുറിച്ച്, നമ്മുടെ പകലിനെ കുറിച്ച്, നമ്മുടെ കൗമാരത്തെക്കുറിച്ച്, നമ്മുടെ യൗവനത്തെക്കുറിച്ച്, നമ്മുടെ ഒഴിവിനെ കുറിച്ച്, നമ്മുടെ സമയത്തെക്കുറിച്ച് അള്ള ചോദിച്ചാൽ എന്താ പറയാ? ചോദ്യം. എത്ര കാലമായി ഖുർആൻ ക്ലാസ് കേൾക്കാൻ തുടങ്ങിയിട്ടില്ലേ? ബോധം വെച്ച് അന്നേ കേൾക്കണം, മദ്രസിന് കേൾക്കണം, മെമ്പറിന്ന് കേൾക്കണം, പലയിടത്തുനിന്നും കേൾക്കണം. പക്ഷെ ആ കേൾക്കുന്നതിനനുസരിച്ച് നമ്മളിൽ എത്ര ഉള്ളത്? ഇന്ന് കേട്ട് ഇനി ഇതിന്റെ മാറ്റം എന്താ വരാനുള്ളത്? ഇന്നലെ കേട്ട് അതിന്റെ മാറ്റം എന്താ നമ്മുടെ ലൈഫിലുള്ളത്? പുതിയ പുതിയ പരിപാടികൾ, സമ്മേളനങ്ങൾ, ഇതൊക്കെ നമ്മൾ കേട്ടുകൊടുക്കുക. ഇതൊക്കെ പഠിച്ചിട്ട് എന്ത് മാറ്റമുള്ളത്? പഠിച്ചതിനനുസരിച്ച് എന്താ പ്രവർത്തിച്ചത്? അബൂദർദാ റളിയല്ലാഹു അൻഹു കരയാണ്. എന്തിനാ കരഞ്ഞാൽ? നിങ്ങൾ നാളെ പടച്ചോൻ എന്നോട് ചോദിക്കുകയാണ്, യാ അബാ ഉവൈമിറ, അബൂ ഉവൈമിറ, മാദാ അലിംത മാദാ അമിൽത ഫീമാ അലിംത. നീ അറിഞ്ഞതിനനുസരിച്ച് എന്ത് പ്രവർത്തിച്ചു? അല്ലാഹു ചോദിക്കാം. നമുക്ക് വളരെ ക്ലിയർ അല്ലേ, ക്ലാരിറ്റി ഉള്ള കാര്യമല്ലേ? പല കാര്യങ്ങളും പാടില്ലാത്തത് എന്താണ്, പാടുള്ളത് എന്താണ്, ആ ഒരു ക്ലാരിറ്റി ഉണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ചോദ്യമാണ്. ഉത്തരം കൊടുക്കാതെ കാലം ചലിക്കൂല. വഅൻ മാലിഹി മിൻ അയ്ന ഇക്തസബഹു വഫീമ അൻഫഖഹു. സമ്പത്ത് എങ്ങനെ ഉണ്ടാക്കാം, എവിടുന്ന് ഉണ്ടാക്കാം, അത് ആൾക്കാരുടെ നയം. അള്ളാഹ് ചോദിക്കും, എവിടുന്ന് ഉണ്ടാക്കി, എവിടെ കൊണ്ടുപോയി ചെലവാക്കി? ഉത്തരം കൊടുക്കാതെ കാലം മുന്നോട്ട് പോവില്ല. നിന്റെ ആരോഗ്യം നീ എവിടെ കൊണ്ടുപോയി ചിലവഴിച്ചു? അള്ളാഹിന്റെ ചോദ്യമാണ്. അപ്പൊ നമ്മളെ ആയുസ്സിനെ കുറിച്ച്, ആരോഗ്യം, യൗവനത്തെ കുറിച്ച് സ്പെഷ്യൽ ചോദ്യം. യുവത്വം നീ എന്താക്കിയെന്ന് സ്പെഷ്യൽ ചോദ്യ. യുവത്വം ഞാൻ ജോലി നോക്കിയായിരുന്നു, കല്യാണം കഴിച്ചിട്ട് പ്രാരാബ്ധമായിരുന്നു, പേരുണ്ടാക്കിയായിരുന്നു, ബിസിനസിന്റെ ആ ഒരു തുടക്കത്തിലുള്ള ക്രൈസിസിലായിരുന്നു, പഠിച്ചോന്ന് പറയുകയില്ല.
ലൈഫ് സെറ്റിലാക്കാനുള്ളത് മാത്രമല്ല, സ്വർഗം സെറ്റിലാക്കാനുള്ള സമയം എപ്പോഴാണ്? യുവത്താണ്. കാലും ഊരി മുട്ടും ഒക്കെ പോയതിനു ശേഷമല്ല പരലോകത്തെ കുറിച്ച് ചിന്തിക്കേണ്ടത്. നല്ല ആരോഗ്യമുള്ള സമയത്തും പരലോകത്തെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. ചോദ്യം സമയത്തെക്കുറിച്ച്, സമ്പത്തിനെ കുറിച്ച്, ഇൽമിനെ കുറിച്ച് എന്ത് പഠിച്ചു, ലോകത്തെ എല്ലാ കാര്യവും അറിയാം. അതിനെക്കുറിച്ച് ചോദിച്ചാൽ 4 എല്ലാ മേഖലയിലുള്ള അഭിപ്രായങ്ങളും അവനറിയാം. എന്നാൽ ദീനിനെ കുറിച്ച് ചോദിച്ചാലോ അതെനിക്കറിയില്ല. ശവം ഹറാമാക്കി ഇസ്ലാമ് മുസ്ലിങ്ങൾ മീൻ തിന്നുന്നില്ലേ, മീൻ ശവല്ലേ ചോദിച്ചപ്പോ എനിക്കറിയില്ല. മനസ്സിലായില്ലേ? അപ്പൊ അതെന്ത് ചത്ത മീൻ തിന്നാൻ കാരണം? വലിയ തത്വം അറിയണം എന്നാണ് ഇപ്പൊ ഇതൊക്കെ അല്ലെ. ഇസ്ലാമിന്റെ പ്രാഥമിക നോളജ് പോലും ഇല്ലാത്തതുകൊണ്ടാണത്. ശവം ഹറാമാക്കി ഇസ്ലാം. അൽ ഹില്ലു മൈതതുഹു, സമുദ്രത്തിലെ മയ്യത്ത് ശവം, അതായത് മീന് നിങ്ങൾക്ക് ഹലാലാണ്. അതിനുള്ള മറുപടി. ശവം തിന്നരുതെന്ന് പറഞ്ഞ ഇസ്ലാം മീൻ തിന്നാൻ അനുവദിച്ചു, അതാണ്. കള്ളു കുടിക്കരുതെന്ന് പറഞ്ഞ ഇസ്ലാം ജ്യൂസ് കുടിക്കാൻ അനുവദിച്ചു, അതാണ്. അപ്പൊ അതുപോലും അറിയാത്ത, പ്രാഥമിക വിജ്ഞാനം പോലും ഇല്ലാത്ത ആൾക്കാർ അള്ള ചോദിക്കും എന്തൊക്കെ നീ പഠിച്ച്? ദുനിയാവിനെ കുറിച്ച് എല്ലാം പഠിച്ച് പഠിച്ചോനെ, പക്ഷെ എന്റെ ദീനിനെ കുറിച്ച് മാത്രം പഠിച്ച സമയം കിട്ടില്ല. ചോദ്യമാണ് പരലോകത്ത്. എല്ലാത്തിനെ കുറിച്ചും ചോദ്യം, ആരാധനയെ കുറിച്ച് ചോദ്യം, അനുഗ്രഹങ്ങളെ കുറിച്ച് ചോദ്യം. നമുക്കറിയില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശന്നവശനായി ഇറങ്ങി നടക്കുമ്പോൾ അബൂബക്കർ വന്ന്, പിന്നെ 2 പേര് നടക്കുമ്പോൾ ഉമർ വന്ന് ചേർന്ന്, 3 ഇങ്ങനെ പോകുമ്പോൾ അൻസാരിയായ ഒരു സ്വഹാബി ഈത്തപ്പഴവും വെള്ളവും കൊടുത്ത്, ആടിനെ അറുത്ത് മാംസം കൊടുത്ത് വിശപ്പടിക്കുമ്പോഴല്ലേ നബി പറഞ്ഞത് ഈ അനുഗ്രഹം പഠിച്ചോൻ ചോദിക്കും. അള്ളാഹുവിന്റെ റസൂൽ ഇത്രയൊക്കെ വിശന്ന് അവസാനം കിട്ടിയ ഈ ഒരു നിഅമത്തും അള്ളാഹ് ചോദിക്കോ? റസൂലുള്ളാഹി ചോദിക്കും. നിങ്ങൾ കുടിക്കുന്ന ഒരു കുടിനീരിനെ കുറിച്ച് ചോദിക്കും. കനത്ത വെയിലിൽ ഒരു മരത്തിന്റെ ചുവട്ടിൽ തണൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ ആ തണലെന്ന അനുഗ്രഹത്തെ കുറിച്ച് ചോദിക്കും. നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നിഅമത്തും, പടച്ചോന്റെ നിഅമത്ത് ഒരു അനക്കല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അല്ലെ. യഥേഷ്ടം വായു ശ്വസിക്കുന്നു, വെള്ളം കുടിക്കുന്നു, ഭൂമി ഞമ്മക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുന്നു. അങ്ങനെ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത നിഅമത്ത് ആസ്വദിച്ച് മുന്നോട്ട് പോകണം. ഞമ്മക്ക് പരലോകത്ത് പടച്ചോന്റെ ചോദ്യമുണ്ട്. ഇന്നൽ അഹദ കാന മസ്ഊലാ, നീ ഏറ്റെടുത്ത കരാറുകളെ കുറിച്ച് ചോദ്യമാണ്. വിവാഹം ഒരു കരാറാണ്, അതെങ്ങനെ കൈകാര്യം ചെയ്യുന്ന ചോദ്യമാണ്. ബിസിനസിന്റെ ഭാഗമായിട്ട്, ജോലിന്റെ ഭാഗമായിട്ട് നമ്മൾ ഏറ്റെടുത്ത കരാറ് എങ്ങനെ നിർവഹിച്ചു എന്നുള്ള ചോദ്യമാണ്. മക്കളുടെ കാര്യത്തിൽ എങ്ങനെ നിർവഹിച്ചു എന്നുള്ള ചോദ്യമാണ്. എല്ലാ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചും ചോദ്യമാണ്. കാണുന്നതും കേൾക്കുന്നതും ചിന്തിക്കുന്നതും ഒക്കെ ചോദ്യമാണ്. വലാ തഖുഫ് മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്നസ് സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. നീ വിവരമില്ലാതെ എല്ലാത്തിനെയും അങ്ങോട്ട് പിൻപറ്റി പോകരുത്. നമ്മളിപ്പോ നമ്മളെ തലച്ചോറോണെന്നല്ലോ ചിന്തിക്കണേ അല്ലേ. പണ്ടൊക്കെ ഒരു കുപ്പായം ലൂസാണെങ്കിൽ നമ്മളെന്താ കാട്ടല്? എനിക്ക് വേണ്ടത് കയറി അല്ലേ, ലൂസ് കുപ്പായം. ഇപ്പൊ എന്താണ്? ഡൗൺ ഷോൾഡർ, ലൂസ് കുപ്പായം, കൊടാവല് പോലത്തെ കുപ്പായം. അതെന്താ? ട്രെൻഡായി പോലും കുഴപ്പമില്ല. മുമ്പ് നമുക്ക് പറ്റൂലേനി. ലൂസ് പാൻറ് നമുക്ക് പറ്റൂലേനി. എത്തതിന്റെ കോലം അല്ലെ, പാളാക്ക് പോലത്തെ പാൻറ് എന്നൊക്കെ പറയുന്നു. ഇപ്പോഴോ അതേ പറ്റുള്ളൂ. എങ്ങനെ മാറിയത്? ആരെ മാറ്റിയത്? അപ്പൊ നമ്മുടെ തലച്ചോറുകൊണ്ടല്ല ചിന്തിക്കണത്. ഇവിടെ ട്രെൻഡ് മേക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഫാഷൻ മേക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓരോ സംഗതിയും എങ്ങനെ ആഘോഷിക്കണമെന്നും എങ്ങനെ ആയിരിക്കണമെന്നും നിർണ്ണയിക്കുന്ന അവരാണ്. മര്യാദക്ക് ഒരു കല്യാണം നടന്നാൽ കല്യാണമായിട്ട് ആരും പരിഗണിക്കൂല. അവിടെ കുറച്ച് ഡാൻസും കുറച്ച് ഫോട്ടോഷൂട്ടും, അവിടെ കുറച്ച് ലൈറ്റും കുറച്ച് സെറ്റപ്പും ഒരു ഡ്രസ് കോഡും ഒക്കെ വരുമ്പോഴാണ് അത് കല്യാണമായിട്ട് പരിഗണിക്കുക. ആരുണ്ടാക്കി? ഇപ്പൊ ഈ പെരുന്നാക്ക് പോലും അല്ലേ, പെരുന്നാക്ക് പോലും നോമ്പ് തുറ ട്രെൻഡാണ്. ഇങ്ങനെ നല്ല നോമ്പ് തുറക്കണ്ടേ, കുറച്ച് ലൈറ്റ് ബൾബൊക്കെ കൊണ്ടുവന്ന് അതിങ്ങനെ അറേഞ്ച് ചെയ്ത് ഒരു പന്തലൊക്കെ ഉണ്ടാക്കി അതിന്റെ ചുവട്ടില് വെറൈറ്റി ആക്കിയിട്ട് വേണം നോമ്പ് തുറ നടത്താൻ. ഒക്കെ പഠിപ്പിച്ചുതരാൻ പുതിയ നബിമാര് വന്നൊക്കെയാണ്. എന്നിട്ട് ആ നബിമാരെയാണ് എന്ത് ചെയ്യണത്? ആൾക്കാർ ഫോളോ ചെയ്യുന്നത്. ആ നബി എന്ത് തോന്നിയാസം ചെയ്താലും ഓന് കുഴപ്പമില്ല. അതിന്റെ ഇടക്കോൻ പറയുന്ന നല്ല വർത്താനം കണ്ടോ, നമ്മുടെ നബി ടോപ്പാണ്. അങ്ങനെ കുറെ പുതിയ നബിമാരും പുതിയ ദൈവങ്ങളൊക്കെ പിൻപറ്റി ജീവിക്കുന്ന ആൾക്കാര്. അള്ളാഹുവോട് പറയാം, വലാ തഖുഫ്
മാ ലൈസ ലക ബിഹി ഇൽമുൻ, നീ വിവരമില്ലാതെ എല്ലാറ്റിനെയും പിൻപറ്റി പോകണ്ട. ഇന്ന സമഅ, നിന്റെ കേൾവി, വൽ ബസറ, നിന്റെ കാഴ്ച, വൽ ഫുആദ്, നിന്റെ ചിന്ത, കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, എല്ലാം പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും. അങ്ങനെ ഒരു പരലോകത്തെ കുറിച്ച് സുഹൃത്തുക്കളെ നമ്മൾ എന്താണ് വിചാരിക്കുന്നത്? നമ്മൾ എന്താണ് ആ പരലോകത്തിന് വേണ്ടി ഒരുങ്ങിയത്? നമുക്ക് ജീവിക്കാനുള്ള അത്യാവശ്യ സൗകര്യങ്ങളും സെറ്റപ്പുകളൊക്കെ അൽഹംദുലില്ലാഹ് ഉണ്ട്. ഇനി നമ്മൾ മരിച്ചാൽ നമ്മളെ ഖബറും നമ്മളെ പരലോകം എന്താവും? ഇതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോഴേ നമ്മൾ നമ്മളെ കുറിച്ച് ആലോചിക്കുള്ളൂ. ആ ആലോചന വൈകിയാൽ എന്താ പ്രശ്നങ്ങള്? മരിക്കുമ്പോഴാണ് ആൾക്കാർ അവനെ കുറിച്ച് ആലോചിക്കുക. പരലോകത്തെത്തിയിട്ട് അവൻ പറയും, യാ ലൈതനീ ഖദ്ദംതു ലിഹയാതി, എന്റെ ജീവിതത്തിന് വേണ്ടി ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. അപ്പൊ ആർക്കും വേണ്ടി ജീവിച്ചിനെ? ആർക്കും വേണ്ടി പണിയെടുത്തിനെ? ആർക്കും വേണ്ടി അധ്വാനിച്ചിനെ? എനിക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ ഒരു ചിന്തയിൽ നിന്നാണ് മാറ്റം ഉണ്ടാവുക. ഖുർആൻ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്, നാളേക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ഉണ്ടാക്കിയത് നിങ്ങൾ ആലോചിക്കണം. റസൂലുള്ളാഹി ഒരു രാത്രി ആയിഷ ബീവിയുടെ അടുത്ത് വന്നു. എന്നിട്ട് ആയിഷ ബീവിനോട് പറയാണ്, ആയിഷ, ഇന്ന് എൻ്റെ രാത്രിയാണ്, നീ സമ്മതിക്കുകയാണെങ്കിൽ എനിക്ക് രാത്രി നമസ്കരിക്കണം. ആയിഷ ബീവി പറഞ്ഞു, നബിയെ, നിങ്ങളെ സന്തോഷം എന്താണോ അതാണ് എൻ്റെ സന്തോഷം, നിങ്ങൾ നിസ്കരിച്ചോളിയാണ്. റസൂൽ പോയിട്ട് ഒന്നെടുത്ത് മുസല്ലയുടെ അടുത്ത് നിസ്കരിക്കാണ്. കൈകെട്ടി ഫാത്തിഹ കഴിഞ്ഞ് ആയത്ത് ഓതാൻ തുടങ്ങി. റസൂലിന്റെ കണ്ണുകൾ നിറഞ്ഞ് കണ്ണുനീർ താടി രോമങ്ങളിലൂടെ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. സുജൂദിൽ കിടന്നിട്ട് നബി സുജൂദിൽ കിടന്ന സ്ഥലം കണ്ണുനീര് കൊണ്ട് നനഞ്ഞ് പ്രവാചകൻ കരഞ്ഞുകൊണ്ടിരിക്കുക. നിസ്കാരത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ. സുബൈ ബാങ്ക് കൊടുക്കാൻ ബിലാൽ വരുന്നവരേക്കും നബി കരയാ നിസ്കരിച്ചിട്ട്. ബിലാൽ ഒന്ന് ചോദിക്കാൻ, നബിയെ, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? റസൂൽ പറയാണ്, അഫലാ കൂന അബ്ദൻ ശുകൂറാ, ബിലാലെ, ഞാൻ നന്ദിയുള്ള ദാസനാകേണ്ടതില്ലേ? ഇന്നലെ എനിക്ക് വിശുദ്ധ ഖുർആനിൽ നിന്ന് 2 ആയത്തുകൾ ഇറങ്ങി. ആ ആയത്തുകൾ ചിന്തിക്കാതെ പാരായണം ചെയ്യുന്നവർക്ക് നാശമുണ്ട്. ഏതാണ് ആ 2 ആയത്തുകൾ? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. ആ 2 ആയത്തുകൾ, ആ ആയത്തുകളെ കുറിച്ച് ചിന്തിച്ച് ആലോചിച്ചിട്ടാണ് ഞാൻ ഇത്രയും നേരം കരഞ്ഞത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിനോട് പറയാം. സുഹൃത്തുക്കൾ, എന്താ പറഞ്ഞത്? ഞാൻ നന്ദിയുള്ള ഒരു ദാസനാകണ്ടേ? സഹാബത്തിനെ വിളിച്ചു കൂട്ടിയിട്ട് റസൂൽ പറയാ, സഹാബത്തെ, നിങ്ങളിൽ ഏറ്റവും അധികം പടച്ച റബ്ബിനെ ഭയക്കുന്നവൻ ഞാനാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം പടച്ചവനെ പേടിക്കുന്ന ആള് ഞാനാണ്. പരലോകം ഭയന്ന് കരഞ്ഞു റസൂലുള്ളാഹ്. പരലോകം ഭയന്ന് ഹറാമുകൾ വെടിഞ്ഞു റസൂലുള്ളാഹ്. ലൗലാ അന്നി അഖാഫു അൻ തകൂന മിനസ് സദഖതി ലഅകൽതുഹാ, വിരിപ്പെന്ന് കിട്ടിയ, ഏത് നബിന്റെ വിരിപ്പെന്ന് കിട്ടിയ ഈത്തപ്പഴം എടുത്തിട്ട് റസൂൽ പറയാണ്, ഈ ഈത്തപ്പഴം സക്കാത്തിൻ്റെതാകുമോ എന്ന് പേടിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ തിന്നുവരുന്നു. എന്നാൽ സക്കാത്തിന്റെ മുതൽ നബിക്കുന്ന പറ്റുമല്ലോ. സ്വന്തം വിരിപ്പെന്ന് കിട്ടിയ ഈത്തപ്പഴം വരെ എടുത്തിട്ട് റസൂൽ പറയാണ്, ഇതെങ്ങാനും എനിക്ക് ഹറാമാകുമോ എന്ന് ഞാൻ പേടിക്കുകയാണ്. നമ്മൾ എത്ര സൂക്ഷിക്കണമെന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ എത്ര സൂക്ഷിക്കുന്നുണ്ട്? നമുക്ക് എത്ര ശ്രദ്ധ ഉണ്ട്? പച്ചയായിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷിദ്ധമാക്കിയ കാര്യമാണെന്ന് ഉറപ്പുള്ള വിഷയം എത്ര നമ്മൾ ചെയ്തു പോകുന്നുണ്ട്? നമ്മൾ ഈ പറയുന്ന ഖബറും പരലോകമൊക്കെ നമുക്ക് ഉറപ്പുണ്ടെങ്കിലും ബോധ്യമുണ്ടെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിലും അതിനനുസരിച്ച് നമ്മളെ ഷേപ്പ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടോ? കൂരിട്ടുള്ള രാത്രി നമ്മൾ ഒറ്റക്കാണ്. നമ്മൾ എന്ത് ചെയ്താലും ആരും കാണാനില്ല, ആരും അറിയാനില്ല. അവിടെ പടച്ചോനെ, നീ എന്നെ കാണുന്നുണ്ട് അല്ലെ? ആ പാൽക്കാരി പെൺകുട്ടി പറഞ്ഞ്, ആ ആട്ടിടേന്ന് പറഞ്ഞ്, അല്ലെ? വിശുദ്ധ ഖുർആനിൽ ധാരാളമായിട്ട് പറഞ്ഞ്, വഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ, അല്ലാഹുവിന്റെ നിരീക്ഷണത്തിലാണ് നിങ്ങൾ. അലം തറ അന്നല്ലാഹ യഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മാ യകൂനു മിൻ നജ്വാ സലാസത്തിൻ ഇല്ലാ ഹുവ റാബിഉഹും
വലാ ഖംസത്തിൻ ഇല്ലാ ഹുവ സാദിസുഹും വലാ അദ്നാ മിൻ ദാലിക വലാ അക്സറ ഇല്ലാ ഹുവ മഅഹും ഐനമാ കാനൂ. നിങ്ങൾ എവിടെയാണെങ്കിലും ശരി അള്ളാന്റെ നിരീക്ഷണങ്ങളൊപ്പമുണ്ട്. നിങ്ങൾ 3 പേര് സ്വകാര്യം പറഞ്ഞാൽ അവിടെ 4-മനായി അള്ള വരും. നിങ്ങൾ 4 പേര് സ്വകാര്യം പറഞ്ഞാൽ 5-മനായി അള്ള വരും. അതിനേക്കാൾ കൂടുതൽ ആളുകളോ അതിനേക്കാൾ കുറവ് ആളുകളോ ആണെങ്കിലും ശരി അള്ളാഹു എല്ലാം അറിയും. ആ ബോധം നമുക്കുണ്ടോ? ആ ബോധം നമുക്കുണ്ടോ? യഅലമു ഖായിനത്തുൽ അയുൻ വമാ തുഖ്ഫി സുദൂർ. കണ്ണിന്റെ കട്ടുനോട്ടം അറിയുന്നവനാണ് പടച്ചോൻ എന്ന ആയത്ത് ഫോൺ ഉപയോഗിക്കുമ്പോ, FB നോക്കുമ്പോ, യൂട്യൂബ് നോക്കുമ്പോ, ഷോർട്സ് നോക്കുമ്പോ, റീൽസ് നോക്കുമ്പോ, ആരും പരിസരത്തില്ലാതെ നമ്മൾ ഒറ്റക്ക് നിൽക്കുമ്പോ നമുക്ക് ബോധമുണ്ടോ? എന്റെ നോട്ട് ആരും കാണൂലെങ്കിലും, എന്റെ ഭാര്യ കാണൂലെങ്കിലും, എന്റെ മക്കൾ കാണൂലെങ്കിലും എന്റെ പടച്ചോൻ കാണുന്നുള്ള ബോധം നമുക്കുണ്ടോ? ആളുകൾ മറച്ച് നല്ലൊരു മാന്യനായി ജീവിക്കാൻ നമുക്ക് പറ്റും അല്ലേ? എന്ത് തോന്നിയാസം മറച്ചു പിടിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റും. എന്തും സമ്പാദിക്കാനും എന്തും ആസ്വദിക്കാനും എന്തും കഴിക്കാനും എന്തും കുടിക്കാനും പറ്റും. പക്ഷേ അള്ളാനെ മറക്കാൻ നിങ്ങൾക്ക് പറ്റൂല. അള്ളാഹ്ക്കൊന്നും കോപിയല്ല. അള്ളാഹ് ലത്തീഫുൻ ഖബീറാണ്. ഏതൊരു സംഗതിയുടെയും പുറം മാത്രമല്ല അകക്കാമ്പ് അറിയുന്നവനാണ്. ചെറുതും വലുതും അറിയുന്നവനാണ്. സൂക്ഷ്മ നിരീക്ഷകനായ ഖബീറാണ്. എല്ലാം അറിയുന്ന അലീമാണ്, അല്ലാമാണ്, ആലിമാണ്. എല്ലാം കേൾക്കുന്ന അസ്സമീ ആണ്. എല്ലാം കാണുന്ന അൽ ബസീറാണ്. എല്ലാം നിരീക്ഷിക്കുന്ന റഖീബാണ്. അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കാൻ നമുക്ക് പറ്റുണ്ടോ? അള്ളാഹിന്റെ റസൂൽ അങ്ങേയറ്റം പരലോകമുണ്ടെന്ന് വിശ്വസിച്ച സ്വഹാബത്ത്, അള്ളാഹ് മാത്രമാണ് ആരാധനക്കർഹനെന്ന് വിശ്വസിച്ച സ്വഹാബത്ത്, അവര് പറയാണ്, നിങ്ങൾ നിസ്സാരമായി കാണുന്ന കാര്യങ്ങൾ, ഏത് നിങ്ങൾ കണ്ണിലെ കരടിനോളം ചെറുതായി കാണുന്നത്, കണ്ണിൽ വലിയ കരിങ്കല്ല് ബുക്കൊന്നും വേണ്ട അല്ലെ, ചെറുത് വീണാൽ മതി. കണ്ണിലെ കരടിനോളം നിസാരമായി നിങ്ങൾ കാണുന്ന കാര്യം ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ മൂബിഖാത്തായിട്ടാണ് കണ്ടിരുന്നത്. എന്ത് വൻ പാപമായിട്ടാണ് കണ്ടിരുന്നത്. നമ്മളിപ്പോ എന്താ അതൊക്കെ പാരാ കാണാത്ത, അതൊക്കെ പാരാ തിന്നാത്ത, അതൊക്കെ പാരാ കുടിച്ചാത്ത, ആരാ അതൊക്കെ വാങ്ങാത്തത് അല്ലേ? എല്ലാവരും അങ്ങനെ തന്നെയല്ലേ വണ്ടി ഇറക്കണത്, വീടുണ്ടാക്കണത്, ബിസിനസ് നടത്തുന്നത്. അപ്പൊ ഞമ്മക്കിപ്പോ എന്താ അല്ലേ? അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം ഞമ്മക്കില്ലേ? സഹാബത്ത് പറയാ, കണ്ണിലെ കരട് പോലെ നിസാരമായി നിങ്ങൾ കാണുന്ന കാര്യം ഞങ്ങൾ മൂബിഖാത്തായിട്ട് വൻ പാപമായിട്ടാണ് കണ്ടിരുന്നത്. മനസ്സിലായില്ലേ? അവരെന്താ ചിന്തിക്കണോ? ഒരു കാര്യം ചെയ്യുമ്പോ ഇത് വേറൊരു കാണുമെന്നല്ല. എന്തിനാണ്? മറ്റുള്ളവരുടെ മുമ്പിൽ ബ്യൂട്ടി ആയിരിക്കണം, ഗ്ലാമർ ആയിരിക്കണം അല്ലെ, ആൾക്കാരുടെ മുമ്പിൽ നല്ലവനായിരിക്കണം. പഠിച്ചവരുടെ മുമ്പിൽ എന്തായാലും കുഴപ്പമൊന്നുമില്ല. അതാണ് ഇന്നത്തെ ഒരു ട്രെൻഡ്. സ്വഹാബത്ത് അങ്ങനെയല്ല. അള്ളാഹിന്റെ മുമ്പിൽ എണീറ്റ് നിൽക്കുന്ന സമയത്ത് അള്ളാഹ് ഇതിനെക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും? അതാണ് അവരാലോചിച്ചത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഗജനാമക്ക് കുറച്ച് ഒട്ടകങ്ങളും മാടുകളൊക്കെ വന്ന്, അതൊക്കെ പാവങ്ങൾക്ക് വീതം വെച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പൊ ഇത് വന്നു എന്നുള്ള വിവരം അറിഞ്ഞിട്ട് കുറെ ആൾക്കാർ, സാധാരണക്കാര് തിങ്ങി നിറഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ്ടേ. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആരും ഈ ഉരുക്കളെ കെട്ടിയ കളത്തിലേക്ക് ഇങ്ങോട്ട് കയറണ്ട, നിങ്ങൾക്കുള്ളതൊക്കെ അങ്ങോട്ട് കൊണ്ടുവന്നരാം, എന്റെ കൂടെ ഉമർ മാത്രം വന്നാൽ മതിയാണ്. അങ്ങനെ ആടുപാട് ഒട്ടകങ്ങളെ കെട്ടിയ സ്ഥലത്തേക്ക് അബൂബക്കർ കയറി ചെല്ലുമ്പോ അതിൻ്റെ ഉള്ളിലുണ്ട് ഒരാൾ പതിഞ്ഞിങ്ങനെ ഇരിക്കുന്നു, ഒരു അറാബി. അബൂബക്കർ അവിടെ കടന്നതിന് വടിയെടുത്തിട്ട് അയാളെ തല്ലി. കാരണം കുറ്റം ചെയ്ത തല്ലിയത് ഭരണാധികാരിയാണ്, ഖലീഫയാണ്, തല്ലാനുള്ള റൈറ്റും ഉണ്ട്. പക്ഷെ തല്ലിയ പാടെ ഈ അറാബി അബൂബക്കറിനെ നോക്കിയിട്ട് ആയത്തോതി. എന്താ ആയത്തോതിയത്? അബൂബക്കർ അള്ളാഹിന്റെ മുമ്പിൽ മനുഷ്യരെല്ലാവരും ഒരുമിച്ച് കൂടി നിൽക്കുന്ന ഒരു ദിവസം കേട്ടോ, അന്ന് ഞാൻ പടച്ചവനോട് പറയുന്നത്. ഇത് കേട്ടപ്പോ അബൂബക്കർ കരഞ്ഞു. പറയുമ്പോ ഖലീഫയാണ്, അദ്ദേഹം കരഞ്ഞിട്ട് കയ്യിലുള്ള വടിയ അറാബിയുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ തല്ലിയതിന് പകരം നീ എന്നെ തിരിച്ചു തല്ലുക. ഇതാണ് സ്വർഗം കൊണ്ട് വാഗ്ദാനം നൽകപ്പെട്ട സഹാബത്തിന്റെ അവസ്ഥ.
പടച്ചോന്റെ മുമ്പിൽ പിടിക്കപ്പെടുമോ? ഖുർആൻ നമ്മൾ എപ്പോഴും ഓതുന്ന ആയത്താണ് എന്ത്? റബ്ബി ലാ തുഖ്സിനി യൗമ യുബ്അസൂൻ. ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ പടച്ചോനെ നീ എന്നെ നിന്ദിക്കല്ല റബ്ബേ. ആരാ പ്രാർത്ഥിച്ചത്? ആരുടെ പ്രാർത്ഥനയാണ്? ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥനയാണ്. ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥനയാണ്. സ്വർഗം കണ്ടു, സ്വർഗത്തിന്റെ ഒരു തോട്ടത്തിൽ ഒരു ഉയരമുള്ള മനുഷ്യനെ ഞാൻ കണ്ടു. അയാൾക്ക് ചുറ്റും നിരവധി കുട്ടികൾ കളിച്ച് ചിരിച്ചു ഓടി നടക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു ആരാണത്? എനിക്കുത്തരം കിട്ടി, ഖലീലുള്ള ഇബ്രാഹിം. സ്വർഗത്തിലുള്ള ആളാ. ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥന, പടച്ചോനെ എന്നെ നീ നിന്ദിക്കല്ല റബ്ബേ. ഷഫാഅത്തിന്റെ ഹദീസ് നമുക്ക് അറിയില്ലേ? ഷഫാഅത്തിന്റെ ഹദീസ് ആൾക്കാർ ശുപാർശയ്ക്ക് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ചെല്ലും. ആരടുത്ത്? ആദം നബിന്റെ അടുത്ത്. ആദം നബി പറയും, വിലക്കപ്പെട്ട ഒരു പഴം തിന്നിട്ട് കുടുങ്ങിക്കിടക്കുകയാണ്, അല്ല എന്ത് വിധിക്കും എനിക്കറിയില്ല. പുറക്കപ്പെട്ട കാര്യമാണ്, പക്ഷെ പേടിയില്ല. നൂഹ് നബിന്റെ അടുത്ത് പോയിക്കോളി. നൂഹ് നബി പറയാണ്, സമൂഹത്തിന്, എൻ്റെ ഉമ്മത്തിനെതിരെ, എൻ്റെ നാട്ടുകാർക്കെതിരെ പ്രാർത്ഥിച്ചവനാണ് ഞാൻ, അല്ല എന്ത് വിധിക്കുമെന്നറിയില്ല. മൂസാ നബിന്റെ അടുത്ത് പോയിക്കോളി. മൂസാ നബി പറയും, കയ്യബദ്ധത്താൽ ഒരാൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ കൊലപാതകത്തിന്റെ പേരിൽ അല്ല എന്ത് വിധിക്കുമെന്നറിയാതെ പ്രയാസത്തിലാണ് ഞാൻ, ബേജാറിലാണ് ഞാൻ, ഭയത്തിലാണ് ഞാൻ. നിങ്ങൾ ഇബ്രാഹിം നബിന്റെ അടുത്ത് പോയിക്കോളി. ഇബ്രാഹിം നബി പറയും, ജീവിതത്തിൽ 3 കളവ് പറഞ്ഞവനാണ് ഞാൻ. കളവൊന്നല്ല, ആൾക്കാരെ സത്യം ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഇബ്രാഹിം നബി പറയുന്നത്. ഓരോരുത്തരും ബേജാറിലാണ്. മനുഷ്യനേക്കാളും എത്രയോ പവർഫുൾ ആയിട്ടുള്ള മലക്കുകൾ ബേജാറിലാണ്. അള്ളാന്റെ വഹി കിട്ടി, അതിന്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ നയിച്ച പ്രവാചകന്മാർ ബേജാറിലാണ്. സ്വർഗം കൊണ്ട് വാഗ്ദാനം നൽകപ്പെട്ട സ്വഹാബത്ത് ബേജാറിലാണ്. തലക്കുമീതെ പറക്കുന്ന പക്ഷിയോട് അബൂബക്കർ പറയാണ്, നീ എത്ര ഭാഗ്യവാനാണ്, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ലൈസ അലൈക ഹിസാബ് വലാ അദാബ്. നിനക്ക് പടച്ചോന്റെ വിചാരണല്ലോ. എല്ലാ തോട്ടത്തിലും കയറിയിട്ട് എല്ലാ പഴങ്ങളും തിന്ന് പാറി നടക്കുക. ആര്? പക്ഷികള്. ഓൾക്ക് ഹിസാബില്ല, ഓൾക്ക് അദാബില്ല. മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യനോട് അല്ലാഹു പറയാണ്, അഫഹസിബതും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. ഇക്കണ്ട അനുഗ്രഹങ്ങളെല്ലാം ചെയ്തു തന്നിട്ട്, ഈ ഭൂമിയിലുള്ള സകലത്തിനെയും നിനക്ക് കീഴ്പ്പെടുത്തി തന്നിട്ട്, എല്ലാ സൗകര്യങ്ങളും നിനക്ക് സംവിധാനിച്ചു തന്നിട്ട്, നിനക്കുള്ള എല്ലാ സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും നിനക്ക് തുറന്നിട്ട് തന്നിട്ട്, അന്നെ ഞാൻ വെറുതെ അങ്ങോട്ട് വിട്ടേക്കുന്നു വിചാരിക്കണ്ട. മകന്റെ കയ്യിൽ 500 ഉറുപ്പിക എടുത്തിട്ട് പീടിയെ പോയി വാറട്ടെ, ഓനാ പൈസ ചെലവാക്കി വന്നാലേ ചോദിക്കൂലേ നമ്മള്? അല്ലേ? ചോദിക്കൂലേ? എത്തപ്പ 500 ഉറുപ്പിക്ക് വാങ്ങിയെന്ന് ചോദിക്കൂലേ? നമുക്ക് ചോദിക്കാം അല്ലേ? നമ്മളൊരു കമ്പനി നടത്തുന്നുണ്ടെങ്കിലേ ആ സ്റ്റാഫിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യൂലേ? ക്വാളിറ്റി ഇവാലുവേഷൻ എന്നും പല പേരും വെച്ചിട്ട് നമ്മളോട് ഇവാലുവേറ്റ് ചെയ്യില്ലേ? കൊടുക്കണ പൈസക്ക് പണിയെടുക്കുന്നുണ്ടോ നോക്കൂലേ? ഓലക്കോലെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടോ നോക്കൂലേ? നോക്കൂ. നമുക്ക് ഇത്തിരി പോന്ന താവട്ടത്തിന്റെ അധികാരം കിട്ടിയാൽ നമ്മൾ അവിടെ നിന്നൊക്കെ നോക്കുമെങ്കിൽ ഈ പ്രവിശാലമായ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥൻ നമുക്ക് തന്നതൊക്കെ നമ്മളോട് ചോദിക്കും, വിചാരണ ചെയ്യും. അപ്പം നമ്മളെന്താക്കും? നമ്മളോട് നമുക്ക് തൗഹീദ് ഉണ്ടല്ലോ, നമ്മൾക്ക് നിസ്കരിക്കുന്ന നോമ്പെടുക്കണമൊക്കെ ഉണ്ടല്ലോ. സുഹൃത്തുക്കളെ, തൗഹീദും നമ്മളെക്കാളും ത്യാഗം ചെയ്ത സഹാബത്ത്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു കുത്തേറ്റ് കിടക്കണം, ചോര വാർന്നൊഴുകി, മരിക്കുന്ന ഉറപ്പായി, വസിയത്ത് കൊടുത്ത്. ഉമർ ചോദിക്കാണ് മകൻ അബ്ദുള്ളയോട്, മകനെ ഞാൻ എവിടെയാണ് കിടക്കുന്നത്? അബ്ദുള്ള പറയാ, ഉപ്പ നിങ്ങൾ എന്റെ മടിയിലാണ് കിടക്കുന്നത്. പൊന്നുമോനെ, എന്റെ തല നീ മണ്ണിലേക്ക് ഇറക്കി വെക്കൂ. ചോരയിൽ കുളിച്ച് മണ്ണിൽ കിടക്കുന്ന ഉമറിനെ കണ്ടിട്ട് പടച്ചറബ് എന്നോട് കരുണ കാണിച്ചാലോ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവാണ്. നമുക്കിപ്പോൾ എന്താ, ജീവിക്കാനുള്ളതൊക്കെ കിട്ടിയെങ്കിലും നമുക്ക് പോരായ്മയാണ് അല്ലേ? നമ്മളൊപ്പം പഠിച്ചവരൊക്കെ വളരെ ഉയരത്തെത്തി, ഓരൊക്കെ വലിയ വീട് വെച്ച്, വലിയ കാറ് നമ്മൾ നോട്ടായി വെക്കാം. നമുക്കിങ്ങനെ ഇതൊക്കെ നേടാൻ പറ്റും അല്ലേ? ദുനിയാവിൽ കിട്ടിയ തികയായിട്ട് ഇഞ്ഞും ദുനിയാവിനെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ ഇപ്പോഴും. വീടുണ്ടാക്കുമ്പോൾ എന്തേനി? ഒരു ചെറിയ കൂര അല്ലേ? കുട്ടികളെ കൂട്ടിപ്പിടിച്ച് അവിടെ കിടന്നുറങ്ങിയാൽ മതി. ഇതേനി വീടുണ്ടായി കഴിഞ്ഞപ്പോഴോ ഒരു ചെറിയ പേര ഉണ്ടാക്കുമ്പോൾ തന്നെ വീതി കൂട്ടിയാൽ മതിയേനി അല്ലേ? ആലോചിച്ചിരിക്കുക നിങ്ങൾ. വീടുണ്ടായെങ്കിൽ ആഗ്രഹിച്ച് ജീവിക്കാം. വീടുള്ളോ ഈ വീട് ചെറുതായി പോയി ആലോചിക്കാം. ആരോഗ്യമില്ലാത്തവന് ആരോഗ്യം നീച്ചെടുക്കാൻ പറ്റിയെങ്കിൽ ഇരിക്കാം. നീച്ചെടുക്കാൻ പറ്റണോ? എത്ര പെഞ്ച് ചെയ്തു കോല്, ഒരു ഷേപ്പില്ല, ഒരു കോലല്ല, ഒരു മസിലില്ല.
ചിരിച്ചാലൊരു രസമല്ല. മീശിൻ താടി മുടിയെന്നൊരു ഓർഡറിലല്ല. എന്തൊക്കെയാ ഓൻ്റെ ആലോചന അല്ലേ? നല്ല ചൂടിന്. അപ്പോൾ ഉച്ചക്ക് ലഞ്ച് ബ്രേക്കിന് പള്ളിക്കിന് പോകുമ്പോൾ ഒരു കുട്ടീനോട് പറഞ്ഞു, ഭയങ്കര ചൂടില്ല സാറേ, നിങ്ങൾക്കില്ല ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കില്ല. എന്താ നിങ്ങൾക്ക് ചൂടില്ലാത്ത? അവന് ഭയങ്കര ആശ്ചര്യം. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഉള്ളിൽ ഭയങ്കര ചൂടുള്ള കുറേ കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് എനിക്ക് പുറത്തെ ചൂടൊന്നും അനുഭവിക്കണില്ല. നോമ്പ് എന്തോ ഒരു ചൂട്, എന്തോ ഒരു ക്ഷീണം, എന്തോ ഒരു ദാഹം നടക്കുന്ന ആൾക്കാർ ഒന്ന് തുറന്നിട്ടെങ്കിൽ. എന്നാൽ വേറെ ചില ആൾക്കാർക്ക് ദാഹമില്ല, ക്ഷീണമില്ല, ഒന്നുമില്ല. കാരണം എന്താ? ഓല് ശ്രദ്ധിക്കണം, ഇബാദത്തിക്കാണ്. നോമ്പുകാരനായിരിക്കെ എത്ര സമയം കിട്ടുമോ അത്ര സമയം ചെയ്യണ നന്മകൾക്കൊക്കെ ഇരട്ടി കൂലിയാണ്. അപ്പൊ ഓന്റെ ശ്രദ്ധ കേട്ടാ, ഓന്റെ ശ്രദ്ധ ഇബാദത്തിക്കാണ്. അതുകൊണ്ട് ഓന് ചൂടില്ല, ഓന് ക്ഷീണമല്ല. ഈ നോമ്പൂറ്റുകാണ്ട് ഇതൊക്കെ ചെയ്യേ, കസേരയേറ്റേ, മൈക്ക് കൊണ്ടുവരികയെ, വീട്ടിൽ കൂടെ ഇറങ്ങിയിട്ട് സ്കൂളിൽ ഇറങ്ങിയേ, നോമ്പൂറ്റാണ്ടോ? അങ്ങനെ ചില ആൾക്കാർ ചിന്തിക്കാം. എന്നാൽ വേറെ ചില ആൾക്കാർ ചിന്തിക്കാം, നോമ്പൂറ്റതൊക്കെ ചെയ്ത ഇരട്ടി കൂലിട്ടുമല്ലോ എന്നാ ചിന്തിക്കാം. ഇത് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതിനനുസരിച്ചാണ്. നമ്മൾ ഇന്നും നമ്മളെ ദുനിയാവും ഒക്കെ ചിന്തിക്കണമെങ്കിൽ ദുനിയാവിലെ സുഖവും സന്തോഷവും സമാധാനവും ഇതിലുള്ള വളർച്ചയും ഇതിലുള്ള അഭിവൃദ്ധിയും ഇതൊക്കെയാണ് ഇന്നും നമ്മൾ നോക്കണമെങ്കിൽ നമ്മുടെ ജീവിതം അങ്ങനെ പോകും. ദുനിയാവായിട്ട് കിട്ടൂല. ഖബർക്ക് ആളുകൾ ഇറക്കി വെച്ച് തിരിച്ചു പോരുന്നതോടുകൂടെ നമ്മളെ ദുരന്തം ആരംഭിക്കും. അതുകൊണ്ട് ഗൗരവത്തിൽ ആലോചിക്കുക സുഹൃത്തുക്കളെ, നമുക്ക് എന്താണ് നമ്മൾ ഒരുക്കി വെച്ചതെന്ന് ആലോചിക്കാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? പഠിച്ചോലേക്കൊന്ന് മടങ്ങാം. നമ്മൾ പറയുന്ന വിശ്വാസം, നമ്മൾ പറയുന്ന ആ ഒരു ആദർശക്കല്ലേ, അതിലേക്ക് തിരിക്കാം. ലോകം ഇസ്ലാം കീഴടക്കിയത് എങ്ങനെയാ നിങ്ങൾ? ആദർശനിഷ്ഠ കൊണ്ടാണ്. നൂറ്റാണ്ടുകളോളം മുസ്ലിങ്ങൾ ലോകം ഭരിച്ച് 200 കൊല്ലങ്ങൾക്ക് മുമ്പ് വരെ, മനസ്സിലല്ലേ, 1900 ചില്ലറ വരെ ലോകത്ത് മുസ്ലിം ഭരണകൂടങ്ങൾ, ഖിലാഫത്ത് നിലനിന്നിരുന്നു. ഖുലഫാഉർ റാഷിദീങ്ങളിൽ തുടങ്ങി ഉസ്മാനികളിൽ അവസാനിച്ച ഇസ്ലാമിക ഖിലാഫത്തിന്റെ ചരിത്രം. എങ്ങനെ അധികാരങ്ങൾ കിട്ടിയത്, എങ്ങനെയാ ദേശങ്ങൾ പിടിച്ചെടുത്തത്, ലക്ഷക്കണക്കിന് സൈന്യത്തെ 10,000-ങ്ങളും 15,000-ങ്ങളും പോരാടിയിട്ട് ജയിച്ച് തിരിച്ചു പോകുന്നത് എങ്ങനെയാണ്? വിശ്വാസം കൊണ്ടും ആദർശം കൊണ്ടാണ്. പിന്നെ എങ്ങനെ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയത്? ആദർശം വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ട് ഭൗതിക സുഖലോലുപതയിലേക്ക് ഭരണാധികാരികൾ കൂപ്പുകുത്തിയപ്പോൾ അധികാരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് സീക്രട്ട് ഓഫ് ദി സക്സസ് ദീനാണ്. വിജയത്തിന്റെ രഹസ്യം ദീനാണ്. നബിയെ ഉപദേശിക്കണം, ഫത്തഖുല്ലാഹ്, നീ അല്ലാഹനെ സൂക്ഷിച്ചോ, ഫഇന്നഹ ജിമാഉ കുല്ലി ഖൈർ, എല്ലാ നന്മകളും തഖ്വയിലാണ്. മരിച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല സഹോദരന്മാരെ. അതുകൊണ്ട് ജീവനുള്ള കാലത്ത് നമ്മളെ കുറിച്ചൊന്ന് ആലോചിക്കുക. എന്താപ്പൻ്റെ അവസ്ഥ? അതിലേക്ക് തട്ടിത്തെറിച്ച് തിരിഞ്ഞും മറിഞ്ഞൊക്കെ വന്ന് അവസാനം നമ്മൾ ഈ പള്ളിന്റെ ഉള്ളിലെത്തിയില്ലേ? തൗഹീദിന്റെ വൃത്തത്തിലെത്തിയില്ലേ? ഇസ്ലാമിന്റെ വൃത്തത്തിലെത്തിയില്ലേ? ഇനിയെങ്കിലും നമ്മൾ ഉറപ്പിക്കണം, പടച്ചോനെ, ഇനി നിന്റെ ദീനിന് നിരക്കാത്ത ഒന്നും ഞാൻ ചെയ്തു പോല. ഇല്ലെങ്കിൽ നഷ്ടമായിരിക്കും നമുക്ക്, വലിയ നഷ്ടം. അലക്സാണ്ടർ ദി ഗ്രേറ്റ് മരിക്കുമ്പോ അദ്ദേഹം പറഞ്ഞു, എന്റെ 2 കൈയും മയ്യത്ത് കെട്ടിന് പുറത്തേക്ക് ഇങ്ങനെ വിരിച്ചു വെക്കണം. അതെന്തിനാണ് ചോദിച്ചത്? സ്വർണം വിളയുന്ന നാടിന്റെ ചെങ്കോല് പിടിച്ച ഭരണാധികാരി മരിച്ചു പോകുമ്പോ ഒരു തുള്ളി നാണയം പോലും കൊണ്ടുപോകണില്ല എന്ന് ആൾക്കാർ മനസ്സിലാക്കട്ടെ. മയ്യത്ത് കൊണ്ടുപോകുന്ന വഴികളിലൂടെ നിങ്ങൾ സ്വർണത്തിന്റെയും വെള്ളിയുടെയും നാണയങ്ങൾ വിതരണം. എന്തേ? വാരി വലിച്ചെറിയാൻ സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടായിട്ടും മലക്കുൽ മൗത്തിന്റെ മുമ്പ് നിന്ന് രക്ഷപ്പെടാൻ അലക്സാണ്ടർ ചക്രവർത്തിക്ക് പോലും സാധ്യമായിട്ടില്ല എന്ന് സാധാരണക്കാർ തിരിച്ചറിയട്ടെ. പറ്റൂല, നമുക്കാർക്കും പറ്റൂല. ഈ ഇരിക്കുന്ന ഇരിപ്പിലാണ് ശ്വാസം പോയാൽ പിന്നെ ആൾക്കാർ നിവർത്തിന് വെച്ചിട്ട് സ്ട്രക്ചറിൽ കയറ്റിയിട്ട് കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്തിട്ട് നമ്മളെ കൊണ്ടുപോകും. അന്നെ കയ്യില്ല. അതുകൊണ്ട് സുഹൃത്തുക്കൾ, ഇവിടെ എത്താൻ ഭാഗ്യം കിട്ടിയ ആൾക്കാർ നമ്മൾ. അതും യൗവനത്തിന്റെ ഏറ്റവും നല്ല ചുറുചുറുക്കുള്ള സമയം. ഒരു ഗാനമേളക്ക് ആൾക്കാർക്ക് ക്ഷീണമല്ലോ, രാഷ്ട്രീയ റാലിക്ക് ആൾക്കാർക്ക് പ്രശ്നമല്ലോ, ദീനിന്റെ കാര്യമാകുമ്പോഴത്തിന് ആൾക്കാർക്ക് ക്ഷീണമാണ്. സ്വന്തം വീട് പണിക്ക് എത്ര കല്ലേറ്റി, എത്ര മണ്ണേറ്റി, എത്ര നനച്ച് കൊയങ്ങിയില്ല അല്ലേ? കല്യാണം കഴിച്ച് മക്കളുണ്ടാക്കി വീടുണ്ടാക്കി ഇതൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്ത ഇത്രയൊക്കെ കപ്പാസിറ്റി നമുക്ക് ഉണ്ടായിട്ട് ആ കപ്പാസിറ്റി സ്വന്തം ജീവിതത്തിലെ ഇബാദത്ത് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടോ? സമൂഹത്തിന്റെ ദീനീ രംഗത്ത് ഇറങ്ങിപ്പുറപ്പെടാൻ നമുക്ക് ആ കപ്പാസിറ്റി ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുണ്ടോ? അവിടേക്ക് നമ്മൾ ദുർബലന്മാരാണ് അല്ലെ? തറാവീഹ് 30 മിനിറ്റ് 40 മിനിറ്റ് ആകുമ്പോൾ കൊയങ്ങുക, 40 മിനിറ്റ് 50 മിനിറ്റ് ആകുമ്പോൾ തളരുക, 1 മണിക്കൂറാകുമ്പോൾ ആള് വെക്കുക. നീ പള്ളിക്കില്ല, എളുപ്പം തീരുന്ന പള്ളി ഏതാ ഉള്ളത്?
അവർക്ക് പോവാം. അല്ലെ, ചോറിട്ടണ പള്ളി, എളുപ്പം തീരുന്ന പള്ളി, ഇതിനൊക്കെ ഗ്രൂപ്പുണ്ട്. വയ്യ. എളുപ്പം ഖുതുബ തീരുന്ന പള്ളി, എളുപ്പം തറാവി തീരുന്ന പള്ളി, തൊട്ടടുത്ത പള്ളി, എളുപ്പം നോക്കുക ദീനിന്റെ കാര്യത്തിൽ. എന്നാൽ ദുനിയാവിന് വേണ്ടി എത്ര യാത്ര ചെയ്യാനും എത്ര ഉറക്കൊഴിക്കാനും ഒരു കുഴപ്പമില്ല. ആരും പാടി നടക്കില്ല. ഇന്നലെ ഉറങ്ങിയില്ല. ദീനിന് വേണ്ടി എന്തെങ്കിലും ഉറക്കൊഴിച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പാടി നടക്കും. ഭയങ്കര ക്ഷീണമുണ്ട്. അപ്പൊ എന്ത് ക്ഷീണം? ഇന്നലെ ഉറങ്ങിയില്ലേ? അതെന്തേ? ഇന്നലെ മീറ്റിംഗ്. അതിങ്ങനെ പാടിയെടുക്കുന്ന ദുനിയാവിന്റെ കാര്യത്തിലോ എത്ര ഉറക്കൊഴിച്ചാലും പ്രശ്നമില്ല. സുഹൃത്തുക്കളെ, നമ്മൾ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട എന്തിനറിയും? ദീനാണ്. നബിനെ മക്കാ മുശ്രിക്കുകൾ കളിയാക്കി അന്ന അള്ള വിട്ട് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചപ്പോ റസൂലിനെ അള്ളാഹ് ആശ്വസിപ്പിക്കാണ്, നബിയെ, ഈ ദുനിയാവിലെ ജീവിതത്തേക്കാൾ നിനക്ക് ഏറ്റവും നല്ലത് പരലോകത്തെ ജീവിതമാണ്. സുഹൃത്തുക്കൾ, ഇവിടെ നമ്മൾ തിന്ന ഭക്ഷണമല്ല, ഇവിടെ ധരിച്ച ഡ്രസ്സല്ല, ഇവിടെ അനുഭവിച്ച ലൈംഗിക സുഖമല്ല യഥാർത്ഥ സുഖം. ഈ ശരീരമല്ല യഥാർത്ഥ ശരീരം. സുഖം എന്ന് പറഞ്ഞാൽ അത് സ്വർഗത്തിലാണ്. അതുകൊണ്ട് നമ്മൾ എത്ര അധ്വാനിച്ചാലും നമുക്ക് നഷ്ടമല്ല, എത്ര സമയം ചിലവാക്കിയാൽ നമുക്ക് നഷ്ടമല്ല, നമ്മൾ ദുനിയാവിന് വേണ്ടി മാറ്റി വെച്ചാൽ നമുക്ക് നഷ്ടമല്ല. കാരണം എന്താണ്? തകർച്ച വയ്ക്കേണ്ടതില്ലാത്ത കച്ചവടമാണ്. നിങ്ങൾ എത്ര ടൈം ഇൻവെസ്റ്റ് ചെയ്യണ്ടോ, എത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്യണ്ടോ, എത്ര എനർജി ഇൻവെസ്റ്റ് ചെയ്യണ്ടോ, എത്ര ദീന് പഠിക്കാനും പ്രവർത്തിക്കാനും പ്രചരിപ്പിക്കാനും വേണ്ടി നമ്മൾ അധ്വാനിക്കണ്ടോ, അതൊക്കെ ലാഭം മാത്രമേ കൊണ്ടുവരുള്ളൂ. അതാണ് ഈ ദീനിന്റെ പ്രത്യേകത. ഒരു പുഞ്ചിരിക്ക് പോലും കൂലിയ, ഒരു മുള്ളുത്തിയ പോലും കൂലിയ. ഒരു ഒതെടുത്താൽ തന്നെ എത്ര ഫضിലറിയത്? ഒരു ഒതെടുത്താൽ തന്നെ 10-20 ഫضിലാണ്. ആ വെള്ളത്തുള്ളി ഇങ്ങനെ ഉറ്റിനീന് പാപം പൊറുക്കപ്പെടുക. മുഖം കഴിയുമ്പോൾ കണ്ണുകൊണ്ട് കണ്ട ഹറാമുകൾ കഴുകിക്കളയ, ദറജ ഉയർത്തപ്പെടുക, പരലോകത്തെ ആഭരണങ്ങൾ ധരിക്കപ്പെടുക. ഒരു ഒതു മര്യാദയ്ക്ക് ചെയ്താലുള്ള ഗുണാണത്. അങ്ങനെയെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് എത്ര കൂലിയാണ് പഠിച്ചോണ്ട് തരുന്നത്? ആരോ എൻ്റെ കുടുംബത്തിലെ ഒരാൾ പറഞ്ഞു, അങ്ങനെ യാത്രയിലാണ്, അപ്പൊ പറഞ്ഞേ, നോമ്പായ പള്ളി ഇങ്ങോട്ട് സജീവമാവും, കുറെ ആൾക്കാർ പാഞ്ഞോടി വരൂല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, ശരിയാണ്, കുറെ ആൾക്കാർ പാഞ്ഞോടി വരും. അവസാനം ഈ ആൾക്കാരെ കണ്ട് ഇറങ്ങിപ്പോകുമ്പോ 1-2 ആൾക്കാർ എന്ത് ചെയ്യും? അവിടെ ഉണ്ടാവും. ബാക്കിയോ ഏത്? ആ റമദാന്റെ പ്രൊഡക്റ്റുകൾ, മുമ്പത്തെ റമദാനിലുള്ളവരല്ല, ആ റമദാന്റെ പ്രൊഡക്റ്റുകൾ അവിടെ ബാക്കിയോ. ഞങ്ങളോട് പറഞ്ഞ നിറങ്ങൾ ആ ബാക്കിയാണ് 2 ഒരാളെ നമ്മളാവണം. ഏത്? ഓരോ റമദാനിനും പള്ളിക്ക് പാഞ്ഞെടുക്കുന്നവരെ പുതിയ ആൾക്കാരുടെ കൂട്ടത്തിൽ ഒരു 2 ആൾക്കാർ പിന്നെ കൃത്യമായിട്ട് ജമാഅത്തിന് വരാനും ക്ലാസ്സിന് വരാനും ദീന് പരിഗണിക്കാനും ദീന് പാലിക്കാനൊക്കെ ശ്രദ്ധിക്കും. ആ 2 ഒരാളെ നമ്മളാവണം. അപ്പോഴത്തോടൊക്കെ കാര്യമുള്ളൂ. അല്ല നമ്മളിങ്ങനെ കേൾക്കും, പോവും, അല്ലേ? വലിയ ദുരന്തങ്ങൾ വരുമ്പോൾ നമ്മൾ പടച്ചവനെ പ്രാർത്ഥിക്കും, കടക്കണി വരുമ്പോൾ നമ്മൾ കരയും, സങ്കടങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അള്ളാനെ ഓർക്കും, അതൊക്കെ നീങ്ങുമ്പോൾ നമ്മൾ മറക്കും. ഈ പള്ളിയിലിരുന്ന് ദീനായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ നല്ല ചിന്ത ഉണ്ടാവും. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പരീക്ഷ ചെന്നാൽ മാറും, വർക്ക് പ്ലേസ് ചെന്നാൽ മാറും, ഒരു പെണ്ണിനെ മോശപ്പെട്ട ഡ്രസ്സ് ധരിച്ച പോലത്തെ കണ്ടാൽ മാറും, ഒരു ഫോണിൽ അനാവശ്യമായ സീന് കണ്ടാൽ പിന്നെ അതിന് വേറെ കുറേ സീന് തെരഞ്ഞു പായും. ബോധം വേണം. പിശാച് നമ്മളെ ജീവിതത്തെ നശിപ്പിക്കാൻ ഇറങ്ങിയവനാ, നമ്മളെ പരലോകത്തെ തകർക്കാൻ ഇറങ്ങിയവനാ. വേണ്ടാത്ത ശീലങ്ങൾ നമ്മളെ കൊണ്ട് ശീലിപ്പിച്ച് പിന്നീട് അതിൽ നിന്ന് കിട്ടുന്ന സുഖത്തിന്റെ പിന്നാലെ നമ്മളെ കെട്ടിയിട്ട് നമ്മളെ നശിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവനാ. മനസ്സിലായില്ലേ? അത് നമ്മൾ മറക്കരുത്. ഈ പിശാചിന്റെ കൂട്ടാളികൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഓലെ നമ്മളെ നന്മക്കല്ല മോട്ടിവേറ്റ് ചെയ്യുക. എന്താ പന്റെ താടി, എന്താ പന്റെ കോലം, എന്താ പനക്ക് ഒരു മാറ്റം, നീ തീവ്രവാദിയായോ എന്നൊക്കെ ചോദിക്കാൻ ഉണ്ടാവും. കള്ളുടിച്ചാലവർക്ക് പ്രശ്നമല്ല, വ്യഭിചരിച്ചവർക്ക് പ്രശ്നമല്ല, പലിശ വാങ്ങിയവർക്ക് പ്രശ്നമല്ല, തോന്നിയാസം പറഞ്ഞവർക്ക് പ്രശ്നമല്ല, ഓലെ കൂടെ എല്ലാ ചെറ്റത്തരത്തിനും കൂട്ടുനിന്നാലവർക്ക് പ്രശ്നമല്ല. ദീനിലേക്ക് മടങ്ങുമ്പോഴാണ് അവർക്ക് പ്രശ്നം. നിസ്കരിക്കാൻ പോലെ വെച്ചാൽ ഒരു നിസ്കാരം അല്ലേ, ഓർക്ക് തമാശയാണ്. ഒരു സുഖിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവരാണ്, ഒരു ദുനിയാവ് അനുഭവിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവരാണ്. മിനൽ ജിന്നത്തി വന്നാസ്, മനുഷ്യരിലും ജിന്നുകളിലും പെട്ട ശൈത്താന്മാരുണ്ട്. സൂക്ഷിക്കണം. നമ്മുടെ മനസ്സന്നെ അനാവശ്യങ്ങൾ തേടിക്കൊണ്ടിരിക്കും. സൂക്ഷിക്കണം. നമ്മുടെ ചുറ്റുപാടും അനാവശ്യങ്ങൾക്കുള്ള പ്രമോഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. സൂക്ഷിക്കണം. അവസാന കാലത്ത് ദീൻ പാലിക്കണോന് കയ്യിൽ തീക്കട്ട പിടിച്ചോനെ പോലെ ആയിരിക്കും. സൂക്ഷിക്കണം. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? സംഭവിച്ചൊക്കെ സംഭവിച്ചു. അതൊക്കെ ഓരോന്നും ഏറ്റെടുത്ത് പടച്ചോനോട് പ്രാർത്ഥിക്കുക. പടച്ചോനെ, ഇങ്ങനെയൊക്കെ തെറ്റുകൾ സംഭവിച്ചു പോയി റബ്ബേ, ഇജ്ജ് പുറത്തിരുന്നവനാണ്, തവ്വാബാണ്, ഗഫൂറാണ്, ഗഫാറാണ്, അഫുവാണ്. ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി.
അള്ളാഹുവെ നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ് പടച്ചോനെ, എനിക്ക് നീ വിട്ടുവീഴ്ച ചെയ്തു തരണേ. തെറ്റുകളെ ന്യായീകരിക്കാൻ നിൽക്കാതെ പറ്റിയ തെറ്റുകളൊക്കെ പടച്ചോനോട് ഏറ്റു പറഞ്ഞ് പുറത്ത് ചോദിച്ചാൽ അള്ളാഹ് എന്ത് ചെയ്യണമെങ്കിൽ പുറത്തു തരും. അത് അള്ളാന്റെ പ്രത്യേകത. അള്ളാഹ് പുറത്തു തരും. പിന്നെയോ യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, തിന്മകളെ അള്ളാഹ് നന്മകളാക്കി മാറ്റും. നമ്മൾ ചെയ്ത തിന്മകളൊക്കെ അള്ളാഹ് നന്മകളാക്കി മാറ്റും. പിന്നെ നമുക്ക് ഖൈറും ബർക്കത്തുമാണ്. ദീനിലും ദുനിയാവിലും അള്ളാഹ് ഖൈറും ബർക്കത്തും തന്നുകൊണ്ടേ നിൽക്കും. സുഹൃത്തുക്കൾ, അള്ളാന്റെ ചാരത്ത് ഒരാൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ഓന് പിന്നെ പേടിക്കണ്ടോ? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, അബൂബക്കറെ പേടിക്കണ്ട, അള്ളാഹ് കൂടെയുണ്ട്. ആരാ പറഞ്ഞ്? നബി. എവിടുന്ന്? സൗർ ഗുഹയിന്ന്. കല്ലാ ഇന്ന മഅയ റബ്ബീ സയഹ്ദീൻ, എന്റെ കൂടെ പടച്ചോനുണ്ട്, അവനൊരു വഴി കാണിക്കും. ആരാ പറഞ്ഞത്? മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. എപ്പോ? മുന്നിൽ ചെങ്കടൽ, പിന്നിൽ ഫിർഔനും കൂട്ടരും. മൂസാ നബിന്റെ ആൾക്കാർ പറഞ്ഞു നമ്മൾ കുടുങ്ങി. മൂസാ നബി പറഞ്ഞു കല്ല, ഇല്ല, നമ്മൾ കുടുങ്ങൂല, നമ്മുടെ കൂടെ പടച്ചോനുണ്ട്. പടച്ചോണ്ട് കോടി വിളികളുണ്ടായിട്ട് കാര്യമില്ല, കോടിൻ്റെ ആയിട്ട് കാര്യമില്ല അല്ലേ? കേട്ടില്ലേ? വലിയൊരു ഗ്രൂപ്പിന്റെ ആള് 9,000 കോടി ആസ്തി വെടി ഉതിർത്ത് മരിച്ച്. പൈസ ഉണ്ടെന്ത്? അള്ളാഹ് കൂടെ വേണം. അള്ളാഹ് കൂടെ ഉണ്ടെങ്കിൽ പൈസ ഇല്ലെങ്കിലും കുഴപ്പമില്ല, അധികാരം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ടീം ശക്തി ഇല്ലെങ്കിലും കുഴപ്പമില്ല, അള്ളാഹ് കൂടെ ഉണ്ടായാൽ മതി. അല്ലാഹു ഖൈറുൻ ഹാഫിളാ. മക്കളെ, ബിന്യാമീനെ നിങ്ങളുടെ കൂടെ വിട്ടുതരുമ്പോ നിങ്ങൾ 10 പേരുണ്ട് എന്നതല്ലേ എന്റെ ധൈര്യം. എന്റെ റബ്ബ് ഉണ്ട് അവനെ സംരക്ഷിക്കാനായിട്ട്. ഫല്ലാഹു ഖൈറുൻ ഹാഫിളാ, അള്ളയാണ് നന്നായി സംരക്ഷിക്കുന്നവൻ. പരീക്ഷണം വന്നാൽ നമ്മൾ പതറൂര് സുഹൃത്തുക്കളെ. ഇതിപ്പോ എന്താ പറയുക, നമ്മൾ നല്ലതിലേക്കല്ല ജീവിക്കണം. അതുകൊണ്ട് എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ ആകെ തളർന്നു പോവാണ്. നമ്മൾ നല്ലതിലേക്ക് ജീവിക്കുകയാണെങ്കിൽ എന്ത് വന്നാലും കുഴപ്പവും നമ്മളെ ബാധിക്കൂല. മനസ്സിലായില്ലേ? ഈമാൻ കൂടെ ചെയ്യുള്ളൂ. ഉഹദ് കഴിഞ്ഞ് പരാജയം ഏറ്റുവാങ്ങി തിരിച്ചു പോരുമ്പോ ഒരാൾ വന്നിട്ട് പറയാണ്, ശത്രുക്കൾ ഇതാ വീണ്ടും തിരിച്ചു വരാനിരിക്കുന്നു, ഇനിയും യുദ്ധമാണ്. ഇത് കേട്ടപ്പോ സഹാബത്തിന് എന്താ ഉണ്ടായത്? ഈമാൻ കൂടി. നമ്മളാണെങ്കിലോ പായുടന്ന് സ്വഹാബത്തിന് ഈമാൻ കൂടി. അവർ പറഞ്ഞു ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബ് മതി. അല്ലേ? ആളിക്കത്തുന്ന തീക്കുണ്ടാരത്തിന് മുന്നിൽ ഇബ്രാഹിം നബി പറഞ്ഞു ഹസ്ബിയല്ലാഹ് വനിഅമൽ വകീൽ, എനിക്ക് എൻ്റെ റബ്ബ് മതി. പറയാൻ പറ്റുമോ? എനിക്ക് പറയാൻ പറ്റുമോ? നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റുമോ? എനിക്ക് എൻ്റെ റബ്ബ് മതി, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, എനിക്കൊന്നും പേടിക്കല്ല. മനസ്സറിഞ്ഞ് പറയാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ നമ്മളാണ് ഏറ്റവും വലിയ ധനികൻ. ആ ക്വാളിറ്റി നമ്മൾ നേടിയെടുക്കണം. എന്താ ചെയ്യേണ്ടത്? എല്ലാ ഹറാമുകളും വലിച്ചു വാരി എറിഞ്ഞ് കഴുകി ശുദ്ധീകരിക്കണം. റമദാൻ കിട്ടിയിട്ട് കഴുകാത്തവന് മൂക്ക് കുത്തി നശിക്കട്ടെ എന്നാണ് റസൂൽ പറഞ്ഞത്. എന്തിനാ സുഹൃത്തുക്കളെ? ലഹരി, പൈസ നഷ്ടം, സമാധാന നഷ്ടം, അല്ലേ? ആരോഗ്യ നഷ്ടം, കുടുംബത്തിന്റെ സമാധാനം സ്വസ്ഥതയും നഷ്ടപ്പെടുക. ഇതൊക്കെ കണ്ടു വളരുന്ന മക്കൾ വടക്കായി പോവുക, അല്ലേ? എന്ത് ലാഭമുള്ളത്? വിൽക്കണവനെ കായ് ഉണ്ടാക്കുക എന്നല്ലാതെ എന്ത് ലാഭമുള്ളത്? ദുനിയാവിൽ തകർച്ചയാണ്, ഖബറിൽ ശിക്ഷയാണ്, പരലോകത്ത് നരകമാണ്. എന്ത് ലാഭമുള്ളത്? അല്ലേ? ലൈംഗികദാഹം തീർക്കേണ്ടത് ഇണകളിലാണ്, അതല്ലാത്തത് വഴികേടാണ്. താൽക്കാലിക സുഖം കിട്ടിയെന്ന് വന്നേക്കാം, പക്ഷെ മരിച്ച് പടച്ചിറപ്പിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോ ഖബറിൽ എന്താണ്? അടിഭാഗം വിശാലവും മുകൾ ഭാഗം കുടുങ്ങിയതുമായ ചെമ്പിനകത്ത് ഡ്രസ്സില്ലാത്ത സ്ത്രീ പുരുഷന്മാരാണ്. ആരാ? തന്റെ ഇണകളല്ലാത്തവരുടെ മുന്നിൽ വസ്ത്രമയിച്ചവനാണ്. കനത്ത ശിക്ഷയാണ്, സൈക്കൂല. മനസ്സിലായില്ലേ? അനാവശ്യ ബന്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ കിട്ടിയ സുഖം അതല്ല ഖബറിൽ കിട്ടുക. പരലോകത്ത് നരകം കഠിനമാണ്. പലിശയുമായി ബന്ധപ്പെട്ടോ അവന് കഠിനമായ ശിക്ഷയാണ്. ഏറ്റവും നിസ്സാരമായത് ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ്. അനാവശ്യമായി ഹറാമായി പണം സമ്പാദിച്ചോ ആ ശരീരത്തിന് നരകത്തിന്റെ തീയാണ്. കടവും കള്ളിയും വാങ്ങി വെച്ച് ഇവിടുന്ന് മരിച്ചുപോയോ അവൻ ഖബറിൽ ബന്ധനസ്ഥനാണ്. ആരെ സഹായിക്കാം? നമ്മുടെ പെരയിലും കുടിയിലും കുട്ടികളും മക്കളും സമാധാനമായിട്ട് ജീവിക്കുന്നുണ്ടാവും. പക്ഷെ ആ പെര ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ വാങ്ങിയ കടം വീട്ടാതെയാണ് മരിച്ചു പോകണമെങ്കിൽ ഖബറിൽ നമ്മൾ ബന്ധനസ്ഥനാണ്. അതുകൊണ്ട് നമ്മളെ കുറിച്ച് ആലോചിക്കണം. ഈ പള്ളിക്ക് നിങ്ങളെ വിളിച്ചു വരുത്തിയത് യുവപദം എന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുത്തിയ എന്തിനാണെങ്കിലും വെറും നമ്മളെ ബിസിനസ് മാത്രം ആലോചിച്ചാൽ പോരാ, നമ്മളെ സന്തോഷം മാത്രം ആലോചിച്ചാൽ പോരാ, നമ്മളെ മക്കളെ കുറിച്ച് മാത്രം ആലോചിച്ചാൽ പോരാ. ഞാൻ മരിച്ച് പഠിച്ചോൻ്റെ അടുത്തെത്തിയ എന്താകുമെന്ന് സീരിയസ് ആയിട്ട് ആലോചിക്കണം. എത്ര കാലമായി നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട്, എത്ര കാലമായി നമ്മൾ പറയാൻ തുടങ്ങിയിട്ട്. എന്നാൽ നമുക്കൊരു മാറ്റം എവിടെ മാറണം? നമുക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടല്ലോ.
അല്ലെ? കുറ്റബോധം ഉണ്ടാക്കുന്ന, നമുക്ക് പേടിയുണ്ടാക്കുന്ന, പടച്ചോന് ഇഷ്ടമില്ലാത്ത എന്തെല്ലാം മാർഗത്തിലൂടെ നമ്മൾ പോയിട്ടുണ്ട് എന്ന് നമ്മുടെ കൂടെ ആർക്കും അറിയില്ലെങ്കിലും നമുക്ക് നല്ലോണം അറിയാം. അതിന് കനത്ത ശിക്ഷ ഉണ്ടോ നമുക്കറിയാം. നമ്മൾ മരിച്ചിട്ടോ? ഇതൊറ്റ ലൈഫുള്ളൂ സുഹൃത്തുക്കളെ. പ്രവർത്തിക്കാനും മാറാനും തിരുത്താനും നന്നാകാനും അധ്വാനിക്കാനൊക്കെ, നീ ഗ്ലാമറായിട്ട് ജീവിക്കാന്, സുഖമായിട്ട് ജീവിക്കാന്, എൻജോയ് ചെയ്ത് കഴിയാന് അതൊരു സ്വർഗം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദുനിയാവിലെ എൻജോയ്മെന്റ് ഒഴിവാക്കി എന്നുള്ളതുകൊണ്ട് നമുക്കൊരു നഷ്ടവും സംഭവിക്കൂല. അതുകൊണ്ട് ഈ റമദാനിൽ നമ്മൾ മാറണം. നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ തിരിച്ചറിയണം. പാഴായിപ്പോയ നമ്മുടെ യൗവനത്തെ ദീനിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം. ഇൽമു പഠിക്കണം, മനസ്സിലായില്ലേ? ഖുർആന്റെ ആശയങ്ങൾ പഠിക്കണം, ഹദീസ് പഠിക്കണം. പഠിക്കാനുള്ള വേദികൾ ഇവിടെ ഉണ്ട്, പീസ് റേഡിയോ ഉണ്ട്, നിരവധി സംരംഭങ്ങളുണ്ട്. അതിൽ വന്നിട്ട് ദീന് പഠിച്ചിട്ട് നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ച് നല്ല ക്ലാരിറ്റിയോടുകൂടെ ജീവിക്കണം. ജീവിതത്തിൽ ചെയ്യാവുന്ന ഓരോ നന്മകളും ചെയ്യാൻ നോക്കണം. നോക്കി, സുബൈ കഴിഞ്ഞിട്ട് സൂര്യ ഉദിക്കും വരെ പള്ളിയിൽ വർത്താനം പറഞ്ഞിരുന്നിട്ട് 7 മണിക്ക് ഇറങ്ങിയാണ് പോവാ. ആ പള്ളിയിൽ കുത്തുന്ന ആൾക്കാർ ഖുർആൻ തോതിയിട്ട് സൂര്യ ഉദിച്ചതിന് ശേഷം 2 റക്അത്ത് നിസ്കരിച്ചില്ലെങ്കിൽ ഹജ്ജിന്റെ കൂലിയാണ്. ഹജ്ജിന്റെ കൂലി പാഴായി പോലെ. അതുകൊണ്ട് പഠിച്ച് പ്രവർത്തിക്കേണ്ട സമയമാണ് സുഹൃത്തുക്കളെ ഇത്. പിന്നെന്താ നമ്മൾ നല്ലൊരു അന്തരീക്ഷത്തിൽ ജീവിച്ചില്ലെങ്കിൽ എത്ര കേട്ടിട്ടും കാര്യമില്ല. അപ്പൊ നല്ല ഒരു പറ്റം യുവാക്കൾ ഇവിടെ ഉണ്ട്, ദഅവത്തും സാമൂഹ്യ സേവനമൊക്കെ ആയിട്ട് ജീവിക്കണ യുവാക്കളുണ്ട്. ഓലെ കൂടെ കൂടുക, മനസ്സിലായില്ലേ? വിളിച്ച് ആനയിച്ച് കസേരട്ട് ബഹുമാനിച്ച് ഇരുത്താൻ കാത്തുക്കൊന്നും വേണ്ട. ഞാനുണ്ട് നിങ്ങളൊപ്പം, നിങ്ങളിന്ന് വിളിച്ചോണ്ടി മീറ്റിങ്ങിനും സ്ക്വാഡിനും പരിപാടിക്കൊക്കെ ഞാനും എൻ്റെ മക്കളും ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇറങ്ങുക, മനസ്സിലായില്ലേ? അപ്പൊ നമ്മളെ സിറ്റുവേഷൻ നന്നാവും, കൂട്ടുകെട്ട് നന്നാവും, ചിന്തകൾ നന്നാവും, ഫോൺ ഇതൊക്കെ ഉപയോഗിക്കണ നന്മക്ക് വേണ്ടിയാകും. ആ വഴിക്ക് നമ്മളെ മക്കളെയും കൊണ്ടുവരാം. ഇതിപ്പോ എന്താ, ഒന്നിനും മാത്രം മസിൽ പവറുള്ള ബാപ്പാന്റെ മക്കള് കണ്ണവന്റെ കൂടെ ബൈക്കുമ്പോൾ കയറിയിട്ട് പോവാ, റൂം വാടകയ്ക്ക് എടുക്കുക, ദിവസങ്ങളോളം ഭാര്യ ഭർത്താവായിട്ട് സുഖിച്ച് അവിടെ താമസിക്കുക. ഈ ബാപ്പ ഇങ്ങനെ അറിയുന്നില്ല, ഹോസ്റ്റലിൽ പോയി വിചാരിച്ചിരിക്കാണ്. ഇവിടുത്തെ ബസ് ബുക്ക് ചെയ്യുക ബാംഗ്ലൂർക്ക്, ഏത് സ്ലീപ്പർ, എന്നിട്ട് അപ്പുറത്തെ സ്റ്റേഷനിൽ ഓളെ ബോയ് ഫ്രണ്ടും കയറുക. എന്നിട്ട് ഒരു രാത്രിയിൽ ആ സ്ലീപ്പർ ബസ്സിൽ സുഖിച്ച് ഭാര്യ ഭർത്താവായിട്ട് ബാംഗ്ലൂർ വരെ പോവാ. എന്തൊക്കെ കാണണം, എന്തൊക്കെ കേൾക്കണം. ഒന്നിനും മാത്രം കേൾപ്പുള്ള ഉമ്മയും ബാപ്പി ഉണ്ടായിട്ട് ആ ഉമ്മന്റെയും ബാപ്പന്റെയും കണ്ണു വെട്ടിച്ചിട്ട് ഈ ചെയ്യണമൊക്കെ എന്തുകൊണ്ടാ? ദീനില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ നമ്മളെ ഈ കുട്ടികളൊക്കെ നമുക്ക് സ്വർഗത്ത് കിട്ടണം. കണ്ട ചണ്ടികൾക്കും ചവറുകൾക്കും കൊടുക്കാനുള്ളതല്ല, നമ്മൾ ചോര നീരാക്കി അധ്വാനിച്ചുണ്ടാക്കി നമ്മുടെ മക്കള്. അതുകൊണ്ട് ചേർത്ത് പിടിക്കണം. ദീനിയായിട്ടൊരു മാറ്റത്തെക്കുറിച്ച് ഭാര്യയോട് സംസാരിക്കണം. ഞാൻ എവിടെയെല്ലാം മാറണം എന്ന് ഓളോട് ചോദിക്കണം. എൻ്റെ സ്വഭാവത്തിൽ എവിടെയൊക്കെ കുഴപ്പമുള്ള ഓളോട് ചോദിക്കണം. എല്ലാവരെയും കുട്ടി പള്ളിയിലേക്ക് വരണം, തറാവീഹിന് വരണം, ദീനി ക്ലാസ്സുകൾക്ക് വരണം. മക്കളെ ഇവിടുത്തെ നല്ല മക്കളുമായിട്ട് ചേർക്കണം. അങ്ങനെ കുടുംബസമേതം സ്വർഗത്തിന് വേണ്ടി ഒരുങ്ങാനാണ് സുഹൃത്തുക്കളെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയുസ് തന്നത്. ഞാൻ തുടങ്ങിയത് ദുനിയാവിനെ കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ട്. എന്നാൽ ഇതേ നമുക്ക് പരലോകത്തെക്കുറിച്ചുള്ള ബോധമുണ്ടോ? ഉണ്ടാവണം. ബോധം മാത്രം ഉണ്ടായ പോരാ, ഒരുങ്ങണം. വെറും ഒരുക്കമല്ല, ഉറച്ച വിശ്വാസത്തോടു കൂടെയുള്ള കുടുംബസമേതമുള്ള ഒരു ഒരുക്കം. ഇൻഷാ അല്ലാഹ് അതിന് ഈ ഒരു യുവപഥം നമുക്ക് സഹായകമാകട്ടെ. ഇനിയും നിരവധി പരിപാടികളും കാര്യങ്ങളൊക്കെ വരും. നിങ്ങളെ വിളിക്കും, സഹകരിക്കുക, വരിക, കേൾക്കുക, മനസ്സിലാക്കുക. സ്വന്തം ജീവിതം നന്നാക്കി മുന്നോട്ട് പോയാൽ നമുക്ക് മെച്ചം, വേറൊരാൾക്കൊരു മെച്ചമില്ല, നമുക്ക് മെച്ചം. നമ്മൾ മരിച്ചാൽ നമ്മുടെ ജീവിതം ആരംഭിക്കുമ്പോൾ നമുക്കിതിന്റെ സുഖം കിട്ടും. മനസ്സിലായി? ഈ ഇരിക്കണേന്റെ ബുദ്ധിമുട്ട് എനിക്ക് നല്ലോണം അറിയാം. പക്ഷെ ഈ ഇരിക്കണേന്റെ ബുദ്ധിമുട്ട് നമ്മൾ മറക്കും. എവിടെ? പരലോകത്ത് ഇതിന്റെ കൂലി കിട്ടുമ്പോൾ. അതുകൊണ്ട് മനസ്സറിഞ്ഞ് ദീന് പാലിച്ച് മുന്നോട്ട് പോകാൻ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമ്മെ എല്ലാവരെയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ.